ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ചെയ്യേണ്ടതെന്തോ അത് ചെയ്യാതെ മറ്റു പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ വിലയേറിയ സമയം വ്യർത്ഥമാക്കി കളയുകയാണ്. കാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ബോധ്യം വരികയാണ്. സത്യമായും പറയുകയാണെങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് ഇപ്രകാരം ആയിരുന്നില്ല. ഞാൻ ഏതൊന്നിനെയാണോ എൻ്റെ ജീവിത സംരക്ഷണത്തിനായി കരുതുകയും തീറ്റിപ്പോറ്റി വളർത്തുകയും ചെയ്തത്, അവയൊന്നും തന്നെ ഞാനുണ്ടാക്കിയവയല്ല, എൻ്റേതുമല്ല. അതിനാൽ അവയൊക്കെ അങ്ങയുടേതാണ്, ഇതൊക്കെ അങ്ങയ്ക്കാണ് സമർപ്പിക്കേണ്ടത് എന്ന് തോന്നപ്പെടുകയാണ്. അതിന് എഴുത്തച്ഛൻ്റെ അടുത്ത 4 വരികൾ നമുക്കൊന്ന് നോക്കാം. സത്യം വദാമി മമ വൃത്യാദിവർഗമതും അർത്ഥങ്ങളത്ര ഗൃഹപുത്രാദിജാലമത് ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ തൃക്കാക്കൾ വേണു ഹരിനാരായണായ നമഃ. ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇതാണ്, അത് ഞാൻ ചെയ്തില്ല എന്നാണ്. സത്യം വദാമി, സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ സത്യം വദാമി മമ ഭൃത്യാദി വർഗമത്, എന്നെ ആശ്രയിച്ച് കഴിയുന്നവരും. അങ്ങനെ ആരൊക്കെയാണത്? അർത്ഥം, കളത്രം, ഗൃഹം, പുത്രൻ മുതലായവ, പുത്രാദികൾ മുതലായവ ഒക്കെ ഭഗവാനാണ് സമർപ്പിക്കേണ്ടത്. ഇത് തന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഇത് സമർപ്പിക്കേണ്ടതും ഭഗവാനാണ്. ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതിന് എന്നെ ഒരു ഉപാധിയാക്കി എന്ന് മാത്രമേ ഉള്ളൂ എന്ന ബോധം എനിക്കെപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് ഭഗവാനെ, ഞാൻ എല്ലാം അങ്ങയിൽ തന്നെ സമർപ്പിച്ച് ഞാനും അങ്ങയുടെ തൃക്കാക്കൾ വീണ് നമിക്കുന്നു. എന്നെ അവിടുന്ന് സ്വീകരിച്ചാലും എന്ന് എഴുത്തച്ഛൻ പറയുന്നു. ആ കവിത നമുക്കും നിരന്തരം മനനം ചെയ്യേണ്ടതാണ്. സത്യം വദാമി മമ വൃത്യാദിവർഗമതും അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനും ഇഹ, ഇവരെയൊക്കെ അങ്ങയ്ക്ക് സമർപ്പിച്ച് ഞാനും അങ്ങയുടെ തൃക്കാൽക്കൽ വീണ് ഞാൻ എന്നെ പരിപൂർണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത്? അർത്ഥം, കളത്രം, കളത്രം എന്നാൽ ഭാര്യ, പുത്രാദികൾ. കളത്രം ഗൃഹപുത്രാദിജാലമതും, പിന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റേതായി കണക്കാക്കുന്നത് ഒക്കെ എന്തോ അതൊക്കെ ഞാൻ അങ്ങയ്ക്ക് തരുന്നു. അവസാനം എന്നെ കൂടി ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുകയാണ്. സത്യം വദാമി മമ വൃത്യാദിവർഗമതുമർത്ഥങ്ങളത്ര ഗൃഹപുത്രാദിജാലമതു ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ തൃക്കാൽക്കൽ വേണു ഹരിനാരായണായ നമഃ.